ഇന്ന് ഒരു പായസത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെർമസലി പായസമാണ്. വെർമസലി പായസത്തിന് വേണ്ടിയിട്ട് വെർമസലി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിന് ചെറുതായിട്ട് വെർമസലിയെ നെയ്യിലിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ വറുത്തെടുക്കാം. ശേഷം മുന്തിരിങ്ങ, ഉണക്കമുന്തിരി നമുക്ക് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്യുക. ഇവിടെ കാരമലൈസ് ആയി കഴിഞ്ഞു. പഞ്ചസാര വെർമസലി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ വെന്ത് വരണം. ആദ്യം പാലൊഴിച്ചു കൊടുക്കുക. പാല് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന വെർമസലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 15 to 20 മിനിറ്റ്സ് വേകാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അത്രയും നേരം നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അടച്ചു വയ്ക്കാം. ഏകദേശം ഇതിവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മെൽറ്റായിട്ട് വരട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്തു. ഇളക്കുക. ശേഷം കുറച്ചുകൂടി പാലൊഴിച്ച് നമുക്ക് ഇതിനെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ വെർമസലി പായസം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.